പിറ്റേന്ന് കാലത്ത് ആൽവിൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അടുത്ത് കിടന്നിരുന്ന എലീന നല്ല ഉറക്കമായിരുന്നു. ആൽവിൻ ക്ലോക്കിൽ നോക്കിയപ്പോൾ സമയം 8 മണി. ഓ ഷിറ്റ്! അവൻ എഴുന്നേറ്റു. എലീനയെ ഉണർത്താതെ ജാക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്നിറങ്ങി ബംഗ്ലാവിന് നേരെ നടന്നു. ആൽവിൻ ബംഗ്ലാവിലെത്തുമ്പോൾ അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവൻ വാതിൽ തുറന്ന് അകത്ത് കയറി സോഫയിലിരുന്നു. ഇന്നലെ നടന്ന കാര്യങ്ങൾ ആലോചിച്ച് ആൽവിൻ വീണ്ടും ഉറക്കത്തിൽപ്പെട്ടു. ആരോ തന്റെ കയ്യിൽ തട്ടുന്നതറിഞ്ഞാണ് ആൽവിൻ കണ്ണുമെല്ലെ തുറന്നത്. കാതറിന്റെ മുഖം തെളിഞ്ഞു വരുന്നത് അവൻ അറിഞ്ഞു. അവൻ അവളെ നോക്കി ചിരിച്ചു. അവൾ അവന് നേരെ ചായ നീട്ടി. അവൻ എഴുന്നേറ്റ് അത് വാങ്ങി. നിങ്ങളെപ്പോഴാ എത്തിയത്? അവൻ കാതറിനെ നോക്കി. അവൾ കുറെ നേരമായെന്ന് ആംഗ്യം കാണിച്ചു. ഇന്നലെ ഇവിടെയാണോ കിടന്നേ? അവൾ ചോദിച്ചു. ഇവിടെ കിടന്നുറങ്ങിപ്പോയി. നഥാനും ലക്കിയും എവിടെ? അവൾ കപ്പ് ചൂണ്ടിക്കാണിച്ച് അകത്തേക്ക് നോക്കി. അവർ ചായ കുടിക്കുകയാണെന്ന് അവന് മനസ്സിലായി. ഇന്നലെ എവിടെ പോയതാ? എന്നോട് പറഞ്ഞില്ല. അവൾ ദൂരെ എന്ന ആംഗ്യം കാണിച്ച് കുരിശു വരച്ചു. പള്ളിയിലോ? അവൾ അതെ എന്ന് തലയാട്ടി. എന്നാൽ ഞാൻ അമ്മമാരുടെ അടുത്തേക്ക് പോകട്ടെട്ടാ. ആൽവിൻ എഴുന്നേറ്റ് പോകുന്നത് നോക്കി കാതറിൻ നിന്നു. അവളുടെ മുഖത്തെ ചിരി മാഞ്ഞു. മരണം എന്റെ കൈകൊണ്ടിരുന്ന് വാങ്ങരുത് ആൽവിൻ. കാതറിൻ തന്റെ മോതിരത്തിലേക്ക് നോക്കി നിന്നു. എന്നെ സംബന്ധിച്ച് നഥാന്റെ ജീവന് ആരാണ് ഭീഷണി? അവരെ ഇല്ലാതെയാക്കുക എന്നതാണ്. അത് നഥാന്റെ ഉറ്റ സുഹൃത്താണെങ്കിൽ കൂടി ഞാൻ എന്റെ കർമ്മം നിർവഹിക്കും. അവൾ സോഫയിലിരുന്നു. നഥാനും ലക്കിയും കാതറിനും ആൽവിനും ഗാർഡനിൽ നടക്കുന്ന നേരത്താണ് എലീന അവിടേക്ക് വന്നത്. അവൾ ആൽവിനെ ദേഷ്യത്തോടെ നോക്കി. ആൽവിന് എലീനയുടെ മുഖത്തെ ദേഷ്യത്തിന്റെ കാരണം പിടികിട്ടിയില്ല. എന്താ എലീന? നഥാൻ ചോദിച്ചു. സർ, കോളേജ് ആർട്സ് ഫെസ്റ്റ് നടത്തണോ വേണ്ടയോ എന്നൊരു സംശയമുണ്ട് കോളേജിൽ. നിലവിൽ സാറാണല്ലോ ഓണർ. സാഗറിന്റെ മരണം, അതുകൊണ്ട് പ്രോഗ്രാം വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വിക്ടർ, ഒന്നൊഴികെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ. സാഗർ അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ആത്മഹത്യ ചെയ്തതാ. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. കുട്ടികളുടെ അഭിപ്രായം കൂടി അറിയണമല്ലോ. ഓക്കെ സാർ. എലീന ആൽവിനെ നോക്കി നഥാനോട് പറഞ്ഞു. ആൽവിൻ എലീനയെ നോക്കി ചിരിച്ചെങ്കിലും അവൾ അത് മൈൻഡ് ചെയ്തില്ല. അന്നേരം മുറ്റത്ത് വന്ന് നിന്ന ബൈക്കിലേക്ക് എല്ലാവരുടെയും നോട്ടം പോയി. ലക്കി വേഗം ബൈക്കിന്റെ അടുത്തേക്ക് ചെന്നു. സർ, ലാബ് റിപ്പോർട്ട്. അയാൾ ഒരു പേപ്പർ എടുത്ത് ലക്കിക്ക് കൊടുത്തു. സർ, അത് മനുഷ്യത്തൊലി തന്നെയാണ്. അഴുകാതിരിക്കാനുള്ള കെമിക്കൽസ് ചേർത്താണ് ആ ബുക്കിന് അത് കവറാക്കിയിട്ടിരിക്കുന്നത്. ഓക്കെ, താനിത് ആരോടും പറയണ്ട, ലക്കി പറഞ്ഞു. ഓക്കെ സാർ, എന്നാൽ ഞാൻ പോവാ. അയാൾ ബൈക്കിൽ കയറിപ്പോയി. ലക്കി റിപ്പോർട്ട് തന്റെ പോക്കറ്റിൽ വെച്ച് അവരുടെ അടുത്തേക്ക് ചെന്നു. ആരടത്? ആൽവിൻ ചോദിച്ചു. അതെന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തായിരുന്നു ഇന്നലെ. അതിന്റെ റിപ്പോർട്ടാണ്. എയ്ഡ്സ് വല്ലതും ഉണ്ടോ? ആൽവിൻ ചോദിച്ചു. ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കളിയാ. ലക്കി ആൽവിനെ നോക്കി. കാതറിൻ, താൻ ഇത് റൂമിൽ കൊണ്ടുപോയി ഒന്ന് വെക്കുമോ? ലക്കി ചോദിച്ചു. കാതറിൻ അത് വാങ്ങി ബംഗ്ലാവിലേക്ക് നടന്നു. ലക്കി, നമുക്കൊന്ന് നടന്നിട്ട് വരാം, നഥാൻ പറഞ്ഞു. നീയുണ്ടോ ആൽവിൻ? അതോ എവിടെയെങ്കിലും പോകാനുണ്ടോ? ഞാനില്ല, ഒരു മൂഡില്ല, ഉറക്കം വരുന്നു. ആൽവിൻ എലീനയെ നോക്കി കോട്ടുവായിട്ടു. ഞാൻ കാതറിനെ വിളിച്ചിട്ട് വരാം, നഥാൻ പറഞ്ഞു. ലക്കിയുടെ റൂമിലെ അലമാര തുറന്ന് റിപ്പോർട്ട് അതിൽ വെച്ച് അടയ്ക്കുമ്പോഴാണ് എലീന ആൽവിന് കൊടുത്ത മാല കണ്ടത്. സാത്താന്റെ വേദമെഴുതിയ മാല. അവൾ അത് തൊടാതെ തന്നെ പറഞ്ഞു. കാതറിൻ. നഥാന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ അലമാര അടച്ച് തിരികെ നടന്നു. പോകാം, അവൻ പറഞ്ഞു. എങ്ങോട്ട്? അവൾ കൈ ഉയർത്തി ചോദിച്ചു. ലക്കി ഫോണിൽ കളിക്കുന്നത് കണ്ടപ്പോൾ ആൽവിൻ എലീനയുടെ അടുത്തേക്ക് ചെന്നു. തനിക്കെന്താ ഒരു ദേഷ്യം? അവൻ ചോദിച്ചു. എന്നോട് മിണ്ടാതെ എഴുന്നേറ്റ് വന്നതല്ലേ? നിന്റെ ആവശ്യം കഴിഞ്ഞല്ലോ അല്ലേ? ഓ സോറി, പെട്ടെന്ന് എഴുന്നേറ്റു. അവരെങ്ങാനും ആ നേരത്ത് വന്നിരുന്നെങ്കിൽ പെട്ടുപോവും. അതാ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നത്. നിന്നെ നോക്കുമ്പോൾ നീ നല്ല ഉറക്കമാ, അതാ സോറി. അവൾ മൂളി. മാല എടുത്തു വെച്ചില്ലേ? അത് സേഫാണ്, പേടിക്കണ്ട. ദേ അവർ വരുന്നു. ആൽവിൻ മാറി നിന്നു. എന്നാൽ സാർ, ഞാൻ പോവാ. എലീന അവിടുന്ന് നടന്നു. അപ്പോൾ നീയില്ലല്ലോ? ലക്കി ആൽവിനോട് ചോദിച്ചു. ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. ആൽവിൻ ബംഗ്ലാവിലേക്ക് നടന്നു. വാ. നഥാൻ ലക്കിയെയും കാതറിനെയും നോക്കി അവർ നടക്കുവാൻ തുടങ്ങി. റിപ്പോർട്ട് എന്തായിരുന്നു ലക്കി? നഥാൻ ചോദിച്ചു. അത് കാതറിൻ പറഞ്ഞ പോലെ മനുഷ്യന്റെ തൊലി തന്നെയാ. അഴുകാതിരിക്കാനുള്ള കെമിക്കൽസ് ചേർത്താണ് അത് കവറിട്ടിരുന്നത്.
എങ്ങനെ അവർക്ക് സാധിക്കുന്നു? അവർ ബലി കൊടുക്കുന്നവരുടെ ശരീരത്തിലെ തൊലിയെടുത്താകും അവർ അതിന് കവറുണ്ടാക്കുന്നത്. സാത്താന്റെ സേവകരല്ലേ, അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാം. അല്ല, നമ്മളെവിടേക്കാ? ലക്കി ചോദിച്ചു. ആ പള്ളിയിൽ പോകണം, നഥാൻ പറഞ്ഞു. എന്തിനാടാ? എന്തോ അവിടെ പോകാൻ മനസ്സ് പറയുന്നു. കാതറിൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഓരോന്നും ആലോചിച്ച് നടന്നു. ദാ MD സാറ്. അവിടെ കൂട്ടം കൂടി നിന്നിരുന്ന പിള്ളേരിൽ ഒരുത്തൻ നഥാനെ കണ്ടപ്പോൾ പറഞ്ഞു. വാടാ, സാറിനോട് പറഞ്ഞു നോക്കാം. എല്ലാവരും നഥാന്റെ അടുത്തേക്ക് ചെന്നു. സാർ, അവർ നഥാനെ വിളിച്ചു. നഥാനും ലക്കിയും കാതറിനും അവിടെ നിന്നു. സാർ, ഞങ്ങൾ കോളേജിലെ സ്റ്റുഡൻസാണ്. ഞങ്ങൾക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. സാർ, കോളേജുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ മരിച്ചെന്ന് പറഞ്ഞ് മാഡം എലീന ആർട്സും സ്പോർട്സും ഒക്കെ ക്യാൻസൽ ചെയ്തിരിക്കുക. ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനാണ്. വേണമെങ്കിൽ സമരം ചെയ്യാം. പക്ഷെ സാർ, ഇവിടെയൊക്കെ സാധാരണക്കാരുടെ മക്കളാണ് പഠിക്കുന്നത്. ഇവിടുന്ന് ദൂരെ പോയി നിന്ന് പഠിക്കാൻ സാമ്പത്തികമായി കഴിവില്ലാത്തവർ, ഈ കോളേജിനപ്പുറം വേറെ സ്റ്റേജ് ഒന്നും പ്രതീക്ഷിക്കാത്തവർ. സാർ ഒന്ന് പറയണം. മാഡം എലീന ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യില്ല. തൻ്റെ പേരെന്താ? നഥാൻ ചോദിച്ചു. ജോബിൻ. ഓക്കെ, നിങ്ങൾ ആർട്സിന് വേണ്ട ഡേറ്റ് ഫിക്സ് ചെയ്തോ. ഞാൻ പറഞ്ഞോളാം എലീനയോട്. താങ്ക്സ് സാർ, ജോബിൻ പറഞ്ഞു. ജോബിൻ കോളേജ് യൂണിയൻ ചെയർമാൻ എന്നല്ലേ പറഞ്ഞേ? താൻ വന്നേ. നഥാൻ ജോബിനെ കൂട്ടി മാറി നിന്നു. എന്താ സാർ, തനിക്ക് തിരക്കുണ്ടോ? നഥാൻ ചോദിച്ചു. ഇല്ല സാർ, സാർ പറഞ്ഞോളൂ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. ഓക്കെ സാർ, 1 മിനിറ്റ്. എടാ, നിങ്ങൾ നടന്നോ, ഞാൻ വരാം, ജോബിൻ കൂട്ടുകാരോട് പറഞ്ഞു. ഓക്കെടാ. കൂട്ടുകാർ യാത്ര പറഞ്ഞു പോയി. ലക്കിയും കാതറിനും നഥാന്റെയും ജോബിന്റെയും അടുത്തേക്ക് വന്നു. എന്താ സാറിന് ചോദിക്കാനുള്ളത്? ജോബിൻ, തൻ്റെ വീടടുത്താണോ? അതെ സാർ, ഒരു അരമണിക്കൂറേ ഉള്ളൂ ഇവിടുന്ന്. എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾ വന്നത് മുതൽ ഇവിടെ ആകെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ തോന്നി. സാഗറിന്റെ മരണം, വിക്ടറിന് വയ്യാതെയായത്, കൂടാതെ എന്തൊക്കെയോ നിഗൂഢത. ഇങ്ങോട്ട് വന്ന വഴി അടിവാരത്തിലുള്ള ചായക്കടയിലെ ചേട്ടൻ പറഞ്ഞു ഇവിടെ വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന്. സാറ് പറഞ്ഞു വരുന്നത് സാത്താൻ സേവയെക്കുറിച്ചാണോ? തനിക്കറിയോ അതിനെക്കുറിച്ച്? ലക്കി ജോബിനെ നോക്കി. അതിവിടെ പരസ്യമായ രഹസ്യമാണ് സാർ. ഈ കോളേജിലെ ഒട്ടുമിക്ക കുട്ടികളും അവരുടെ മാതാപിതാക്കളും സാത്താൻ സേവ ചെയ്യുന്നവരാണ്. വാട്ട്? സത്യമാണ് സാർ. ഇവിടെ അതിൻ്റെ വിത്ത് വീണ് വളർന്ന് പന്തലിച്ച് കാലം കുറയായി. ഞാനടക്കം കുറേ പേര് അതിനെ എതിരെ നിൽക്കുന്നവരാണ്. പക്ഷേ കാര്യമില്ല. ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, മാതാവിൻ്റെ. അവിടുത്തെ അച്ഛൻ കുറേ ശ്രമിച്ചതാണ്. പിന്നെ നമ്മുടെ ജീവന് ഭീഷണിയാകും, അത്രയേ ഉള്ളൂ. അവരെവിടെയാ പ്രാർത്ഥന നടത്തുന്നത്? കാതറിൻ ആംഗ്യം കാണിച്ചു. ഇവിടുത്തെ ആ പള്ളിയിൽ വെച്ച്. എപ്പോ? അവൾ ചോദിച്ചു. എന്നൊക്കെയുണ്ടെന്നറിയില്ല, പക്ഷേ ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒളിച്ചു നിന്ന്. 1 മിനിറ്റ്, നഥാൻ പറഞ്ഞു. തനിക്ക് കാതറിൻ പറഞ്ഞത് മനസ്സിലായോ? ആ, മനസ്സിലായി. എൻ്റെ അനിയത്തി സംസാരിക്കില്ല, ജോബിൻ പറഞ്ഞു. ഓക്കേ, താൻ എന്താ കണ്ടത്? അധികമൊന്നും വ്യക്തമായില്ല സാർ. ആകെ മെഴുകുതിരി വെട്ടത്തിലാണ് അവരുടെ പ്രാർത്ഥന. പക്ഷേ നമ്മളെപ്പോലെയുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അമിത ലൈംഗികത വരെ. മദ്യവും രക്തവും. ഒന്നുമില്ലെങ്കിലും അതൊരു പള്ളിയല്ലേ? ഇത് തെറ്റല്ലേ? നഥാൻ പറഞ്ഞു. അതെ സാർ, നമുക്കിത് തെറ്റാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇത് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാ. മെജോറിറ്റി ഇതിനൊപ്പമാണ്. പിന്നെ ഇതൊരു വെളിച്ചമെത്താത്ത നാടാണ്. അക്ഷരാഭ്യാസം കുറവുള്ള ആൾക്കാർ, കുറുക്ക് വഴിയിൽ എന്തും കിട്ടിയാൽ കൊള്ളാമെന്ന് കരുതുന്നവർ. ഇത് മാറ്റിയെടുക്കണ്ടേ ജോബിൻ? വേണം സാർ, അതിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കുറച്ചുപേര് ഇതില്ലാതെയാകാൻ കുറേയായി ശ്രമിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഒരു വിശ്വാസം, ഇതില്ലാതാക്കാൻ കഴിയും. നമുക്ക് നോക്കാം, നഥാൻ പറഞ്ഞു. ജോബിൻ ഇത് ആരോടും പറയണ്ട. ഓക്കെ സാർ, എന്നാൽ ഞാൻ കോളേജിലേക്ക് പോവുക. സാർ ആർട്സിൻ്റെ കാര്യം പറയണം. ഓക്കെ. ജോബിൻ പോയപ്പോൾ അവർ നടക്കുവാൻ തുടങ്ങി. അപ്പോ ഇവിടെ ഇതൊന്നുമില്ലാത്തവരുമുണ്ട്, ലക്കി പറഞ്ഞു. അവർ നടന്ന് നടന്ന് പള്ളിയിലെത്തി. നഥാൻ പള്ളിയുടെ വാതിൽ മലർക്കെ തുറന്നു. ആദ്യം ഈ പള്ളിക്കൊരു പൂട്ടുണ്ടാക്കണം. അവൻ അതും പറഞ്ഞ് അകത്ത് കയറി. ഈ പള്ളി ക്രിസ്ത്യൻ പള്ളിയല്ലേ? ഇത് ഇമ്മാനുവലേത്തൻ പണിയിച്ചതാണോ? ലക്കി ചോദിച്ചു. അല്ലെന്ന് തോന്നുന്നു. പള്ളി ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് കിട്ടിയ ബുക്കിലെഴുതിയത് ബംഗ്ലാവും കോളേജും പണിയിച്ചു എന്നാണ്. നീ ജൂതനല്ലേ? തിന്മയ്ക്ക് എന്ത് ജൂതൻ ക്രിസ്ത്യൻ, എന്ത് മുസ്ലിം ഹിന്ദു, എല്ലാ ദൈവങ്ങൾക്കും എതിരാണ് സാത്താൻ. ശരിയാ.
നഥാൻ പള്ളിക്കകത്ത് ചുമ്മാ നടന്നു. കാതറിൻ ഒരിടത്തിരുന്നു. ഇവിടെ അങ്ങനെ പ്രാർത്ഥന നടന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല, ലക്കി പറഞ്ഞു. നമ്മൾ വരുന്നതറിഞ്ഞ് വൃത്തിയാക്കിയതാകും. നഥാൻ മറിഞ്ഞു കിടന്ന ഒരു മേശ എടുത്ത് നേരെ വെച്ചു. അതിലാകെ പൊടി പിടിച്ചു കിടന്നിരുന്നു. നഥാൻ തിരിഞ്ഞതും അവൻ്റെ ടീഷർട്ട് അതിൻ്റെ കോണിലുള്ള ആണിയിൽ കൊളുത്തിപ്പിടിച്ചു. നഥാൻ തിരിഞ്ഞു നോക്കി. അവൻ ആണിയിൽ നിന്നും ടീഷർട്ട് അടർത്തി മാറ്റി ചുറ്റും നോക്കി. നഥാൻ ഓടിച്ചെന്ന് കാതറിൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന ഷോൾ എടുത്തു. അവൾ അവനെ നോക്കി. ഒരാവശ്യമുണ്ട്. അവൻ അതെടുത്ത് മേശയുടെ അടുത്തേക്ക് ചെന്നു. പിന്നാലെ കാതറിനും ലക്കിയും ചെന്നു. അവൻ ഷോൾ കൊണ്ട് അതിൻ്റെ മുകളിൽ തുടച്ചു. ഇതെന്താ, ക്യാരം ബോർഡോ? അതിലെ അടയാളങ്ങൾ കണ്ട് ലക്കി ചോദിച്ചു. പോടാ, ഇതെന്താണാവോ? നഥാൻ അതിൽ തൊട്ടുനോക്കി. പെട്ടെന്ന് നഥാന്റെ കൈ നേരെ നീങ്ങി അതിന്റെ നടുവിൽ ചെന്ന് നിന്നു. നഥാൻ കണ്ണുകളടച്ചു. നഥാ, ലക്കി വിളിച്ചു. നഥാ, നഥാ! കാതറിൻ മേശയിൽ വെച്ച കൈന്മേൽ പിടിച്ചതും അവൾ തെറിച്ചു വീണു. കാതറിൻ, കാതറിൻ! ലക്കി ഓടിച്ചെന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൾ ഓടി നഥാന്റെ അടുത്ത് ചെന്നു. നഥാന്റെ കൈയിനടിയിൽ നിന്നും രക്തമൊഴുകി തുടങ്ങി. അത് അതിലെ അടയാളങ്ങളിൽ പടർന്നു. നഥാൻ അപ്പോഴും കണ്ണുകളടച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ലക്കിയും കാതറിനും പരസ്പരം നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ നഥാൻ കണ്ണുകൾ തുറന്നു. അവൻ കൈയെടുത്ത് ലക്കിയെയും കാതറിനെയും നോക്കി. പിന്നെ തന്റെ കൈയിലേക്കും. നഥാ! ലക്കി അവന്റെ കൈ പിടിച്ചു നോക്കി. അവർ നോക്കി നിൽക്കെ കയ്യിലെ രക്തം വറ്റി. കാതറിൻ ആ മേശയുടെ അടുത്തേക്ക് ചെന്ന് അതിലെ വാക്കുകൾ നോക്കി. ആൽവിൻ. ഉറക്കത്തിൽ ആൽവിൻ മൂളി. നിന്റെ ആഗ്രഹം അടുത്തു തന്നെ പൂർത്തീകരിക്കുന്നതാണ്. ഊമയായ 18 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടിയെ നീ ബലി നൽകണം. നീ എന്റെ അടിമയാണ്. ഞാനാണ് ഇനി നിന്റെ ദൈവം. ആൽവിൻ പെട്ടെന്ന് എഴുന്നേറ്റ് ചുറ്റും നോക്കി. 18 വയസ്സ് തികയാത്ത ഊമയായ പെൺകുട്ടി? അപ്പോൾ എലീന പറഞ്ഞ പോലെ സാത്താൻ എനിക്ക് ഉറക്കത്തിൽ ദർശനം നൽകി. സംഭവം കൊള്ളാലോ. ആൽവിൻ എഴുന്നേറ്റിരുന്നു. പക്ഷേ പെൺകുട്ടി... എലീനയോട് പറയാം എന്തായാലും. ആൽവിൻ എഴുന്നേറ്റ് മുഖം കഴുകി. അപ്പോ എന്റെ വാക്കിന് വില കൽപ്പിക്കാതെ നിങ്ങൾ MD-യോട് അനുവാദം ചോദിച്ചു അല്ലേ? എലീന തന്റെ ക്യാബിനിൽ കുട്ടികളുമായി വാക്തർക്കത്തിലായിരുന്നു. മാഡം, മരിച്ച സാഗർ ഈ കോളേജിലെ സ്റ്റാഫ് ആയിരുന്നില്ല. പിന്നെന്തിനാ ആർട്സ് വേണ്ടെന്ന് വെക്കുന്നത്? ജോബിൻ ചോദിച്ചു. പിന്നെ ഈ സ്ഥാപനത്തിന് MD പറഞ്ഞല്ലോ ആർട്സ് വെച്ചോളാൻ. ഈ MD നാളെ ഇത് ആർക്കെങ്കിലും കൊടുത്തിട്ട് പോകും. നിങ്ങൾ ഇവിടെയൊക്കെ കാണും. ഓർമ്മയുണ്ടായിരിക്കട്ടെ, എലീന ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. മാഡം, എലീന, ഈ MD കരുതിയാൽ മാഡം പിന്നെ ഈ സീറ്റിൽ കാണില്ല. അത് മാഡവും ആലോചിച്ചോളൂ. ആർട്സ് നടത്താൻ കോളേജിന്റെ ഓണറിന്റെ അനുമതി മതി. അത് നഥാൻ സാർ മാഡത്തിനോട് നേരിട്ട് പറഞ്ഞോളൂ. അന്നേരമാണ് ആൽവിൻ അവിടേക്ക് വന്നത്. ജോബിനും കുട്ടികളും അവിടെ നിന്ന് പോയി. എന്താ ആൽവിൻ? എലീന? ആൽവിൻ താൻ കണ്ട സ്വപ്നം പറഞ്ഞുകൊടുത്തു. സത്യം? ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നേ? നീ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പോ വിശ്വാസമായി. പക്ഷെ ബലി കൊടുക്കാൻ പറഞ്ഞത് ഒരു മനുഷ്യനെയല്ലേ? അതെങ്ങനെ? തെറ്റല്ലേ? അതോർത്ത് നീ പേടിക്കണ്ട. അത് ഞാൻ നോക്കിക്കോളാം. അവൾ അവന്റെ കൈ പിടിച്ചു പറഞ്ഞു. എന്നാലും ഒരു മനുഷ്യജീവനല്ലേ? ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റൊന്നിനും വളമാകുക. ഇതാദ്യത്തെ കാര്യമൊന്നുമല്ല. പേടിക്കണ്ട. നീ ഒന്നും അറിയണ്ട. എന്തായിരുന്നു പിള്ളേരുമായി വഴക്ക്? അത് ആർട്സിന്റെ കാര്യം പറഞ്ഞൊരു വഴക്ക്. ഞാൻ നടത്തണ്ട എന്നും പിള്ളേരെ നടത്തണമെന്നും നഥാൻ സാറിന്റെ അനുമതി വാങ്ങി വന്നിരിക്കുക. എലീന ദേഷ്യത്തോടെ പറഞ്ഞു. അതെന്താ ശരിക്കും? നിനക്കെന്തെങ്കിലും തോന്നിയോ? എനിക്ക് ഞാൻ എന്തൊക്കെയോ കണ്ടു. ഇന്നെനിക്ക് പള്ളിയിൽ പോകാൻ തോന്നിയത് ഇതിനാകും. ഇതെന്തോ ഞാനുമായി ബന്ധമുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നു. പക്ഷെ ഇതെന്താ? ലക്കി ആ മേശയിലേക്ക് നോക്കി. ഇതിലെ ചിത്രങ്ങൾ... നഥാൻ അത് ഫോട്ടോ എടുത്തു വെച്ചു. ഒരു ബുക്കിലും നമ്മളിത് കണ്ടില്ലല്ലോ. ലക്കി നഥാനെയും കാതറിനെയും നോക്കി. എനിക്കെന്തൊക്കെയോ മനസ്സിലാകുന്നുണ്ട്. എന്റെ മനസ്സിൽ കുറെ ചോദ്യങ്ങൾ ബാക്കി കിടന്നിരുന്നു. അതും ഇതും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. എന്തു ചോദ്യം? ഇവർ പറയുന്ന വിശുദ്ധ രക്തം അതൊരു നുണയാണ്, നഥാൻ പറഞ്ഞു. കള്ളമെന്നോ? ലക്കിയും കാതറിനും ഒന്നും മനസ്സിലാകാതെ നഥാനെ നോക്കി. കാതറിൻ അവന്റെ കൈ പിടിച്ചപ്പോൾ
നഥാൻ ക്യാദറിനെ നോക്കി. അഡ്വക്കേറ്റ് പറഞ്ഞതും ഇവിടുന്ന് കിട്ടിയ ബുക്കിലുള്ളതും ആ അമ്മച്ചി പറഞ്ഞതും ഒന്നല്ലേ? അവൾ ആംഗ്യം കാണിച്ചു. പിന്നെന്താ ഇങ്ങനെ പറയുന്നത്? അതെ, അവർ പറഞ്ഞത് ശരിയാ, പക്ഷെ അതിൽ തന്നെ പൊരുത്തമില്ലായ്മയുണ്ട്. എന്തു പൊരുത്തമില്ലായ്മ? ലക്കി അവനെ നോക്കി. എനിക്ക് മുൻപേ ഉള്ള വിശുദ്ധ രക്തം ഇമ്മാനുവൽ ഏഥൻ അല്ലേ? അതെ. എങ്കിൽ ഇമ്മാനുവൽ ഏഥന്റെ മകൻ എന്തുകൊണ്ട് വിശുദ്ധ രക്തമായില്ല? അത് മിറയുടെ ബ്ലഡ് ചിലപ്പോൾ പ്യൂർ അല്ലെങ്കിലോ? ജൂതയായാൽ മാത്രം പോരല്ലോ. ഓക്കെ, മിറയുടെ ബ്ലഡ് പ്യൂറല്ല. എന്നാൽ പിന്നെ എങ്ങനെ ഞാൻ വിശുദ്ധ രക്തമാകും? അതും പോട്ടെ, ആദ്യത്തെ വിശുദ്ധ രക്തം ഇമ്മാനുവൽ എങ്ങനെയാകും? ഇമ്മാനുവലിന്റെ ഫാദറല്ലേ ആവുക? അല്ലെങ്കിൽ ഏഥൻ കുടുംബത്തിലെ എല്ലാവരും വിശുദ്ധ രക്തമാകില്ലേ? പിന്നെ എങ്ങനെ ഇമ്മാനുവലിന് ശേഷം ഞാനായി? അതിനിടയിലുള്ളവർ, ഈവൻ എന്റെ പപ്പ പോലും വിശുദ്ധ രക്തമല്ല. നീ പറഞ്ഞത് ശരിയാ നഥ, നമ്മളത് ആലോചിച്ചില്ല. ഡിറ്റക്റ്റീവും അത് ആലോചിച്ചില്ലല്ലോ. അവൻ ക്യാദറിനെ നോക്കിയപ്പോൾ അവൾ ഇല്ലെന്ന് തലയാട്ടി. പക്ഷേ ഇതിനും ഞാനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. നഥാൻ ആ മീശയിലൂടെ വിരലോടിച്ചു. എന്റെ രക്തം ഇതിൽ വീണിട്ടുണ്ടെങ്കിൽ ഇതിലാണ് എന്റെ രഹസ്യം. എങ്ങനെ കണ്ടെത്തും? ഇമ്മാനുവലിന്റെ മുറിയിലെ ബുക്ക് തപ്പി നോക്കിയാൽ കിട്ടുമെന്ന് വിചാരിക്കാം. അവിടെയില്ലെങ്കിൽ പിന്നെ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. അവിടെ പോയി നോക്കാം, ലക്കി പറഞ്ഞു. അവർ പള്ളിയിൽ നിന്നിറങ്ങി ബംഗ്ലാവിലേക്ക് നടന്നു. നിന്റെ രഹസ്യങ്ങൾക്കൊരു അവസാനമില്ലല്ലോ നഥ. അവസാനമുണ്ടാകണമെങ്കിൽ ആ മേശയിലെ ചിത്രങ്ങൾ എന്താണെന്ന് മനസ്സിലാകണം. ചിത്രവരക്കാരി ആ ചിത്രം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നഥാൻ ക്യാദറിനെ നോക്കി. അവൾ ഇല്ലെന്ന് തലയാട്ടി. ക്യാദറിന്റെ മനസ്സിൽ നിറയെ നഥാൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. നഥാൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. പക്ഷേ എന്റെ പപ്പ എന്തിനാ കള്ളം പറയുന്നത്? അല്ലെങ്കിൽ പപ്പയ്ക്കും അറിയില്ലേ സത്യമെന്തെന്ന്? എന്റെ പപ്പ കള്ളം പറയില്ല, ഒരിക്കലും പറയില്ല. എന്റെ പപ്പ കള്ളം പറയില്ല. അങ്ങനെയെങ്കിൽ എന്റെ ശബ്ദം കളയാൻ എന്റെ പപ്പ അനുവദിക്കില്ലല്ലോ. കഥ എന്തുവാകട്ടെ, നഥാനെ രക്ഷിക്കുക എന്നതാണ് പപ്പ എന്നോട് പറഞ്ഞത്. അത് ചെയ്യുക, വേറെ ഒന്നും ചിന്തിക്കണ്ട. നഥാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ക്യാതറിൻ എന്തോ ആലോചിച്ചു വരുന്നത് കണ്ടപ്പോൾ അവൻ അവിടെ നിന്നു. നഥാൻ മുന്നിൽ നിൽക്കുന്നത് ശ്രദ്ധിക്കാതെ അവൾ നഥാന്റെ മേലെ ചെന്നിടിച്ചു. ലക്കി അത് കണ്ട് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. എന്താലോചിച്ച് നടക്കുക നീ? നഥാൻ ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് ചിരിച്ചു. എങ്കിൽ വാ, നല്ലോണം മഞ്ഞിറങ്ങുന്നുണ്ട്. നഥാൻ അവളെ ചേർത്ത് പിടിച്ചു നടന്നു. ബംഗ്ലാവിൽ അവരെത്തുമ്പോൾ ആൽവിൻ അവിടെ ഇല്ലായിരുന്നു. അവനിതെവിടെ പോയി? നഥാൻ ചോദിച്ചു. ഉറക്കമെഴുന്നേറ്റപ്പോൾ എവിടെയെങ്കിലും നടക്കാനിറങ്ങിക്കാണും. അവനെ ഇനി അങ്ങനെ ഒറ്റയ്ക്ക് വിടണ്ട. ജോബിൻ പറഞ്ഞത് കേട്ടില്ലേ, ഇവിടെ കൂടുതൽ ദൈവത്തെക്കാൾ സാത്താനെ ആരാധിക്കുന്നവരാണെന്ന്. അതിലെങ്ങാനും ചെന്ന് പെട്ടാൽ? നഥാൻ ലക്കിയെ നോക്കി. അത്തരം മണ്ടത്തരമൊന്നും അവൻ ചെയ്യില്ല. നീ ജോബിൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചോ? അമിത ലൈംഗികത. ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് അവനെ പേടിയുള്ളൂ. പണ്ടേ മതില് ചാടി ശീലമുള്ളവനാണ്. ഒന്നും നീ മറന്നിട്ടില്ലല്ലോ. നഥാൻ ലക്കിയെ നോക്കി. ലക്കി മോളി, വാ, നമുക്ക് ആ റൂമിൽ പോയി നോക്കാം വല്ലതും കിട്ടുമോ എന്ന്. നഥാൻ കോണിപ്പടികൾ കയറി. കുറച്ചു കഴിഞ്ഞ് ചായയുമായി ക്യാതറിൻ മുകളിലേക്ക് പോയപ്പോൾ ഇമ്മാനുവലിന്റെ മുറിയിലെ ബുക്കുകളെല്ലാം താഴേക്ക് വലിച്ചിട്ട് അതിനിടയിലിരുന്ന് നഥാനും ലക്കിയും ഓരോ ബുക്കും മറിച്ചു നോക്കുകയായിരുന്നു. അവൾ ട്രേ അവർക്ക് നേരെ നീട്ടി. ലക്കി ഒരു കപ്പെടുത്ത് നഥാന് കൊടുത്തു. അവനും ചായ എടുത്തു. ഇതൊക്കെ ഇനി ആരാ എടുത്തു വയ്ക്കുക? അവൾ ആംഗ്യം കാണിച്ചു. നീ! നഥാനും ലക്കിയും ഒരുമിച്ച് പറഞ്ഞു. അവൾ നടന്നത് തന്നെ എന്നർത്ഥത്തിൽ തലയാട്ടി താഴേക്ക് പോയി. ക്യാതറിൻ താഴേക്ക് വരുമ്പോൾ ആൽവിൻ വരുന്നത് കണ്ടു. എവിടെ പോയതാ? അവൾ ആംഗ്യം കാണിച്ചു. ചുമ്മാ പുറത്തിറങ്ങിയതാ. അവന്മാരോ? അവൾ മുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അവിടെന്താ പരിപാടി? അവൻ കോണിപ്പടികൾ കയറി. ക്യാതറിന്റെ അടുത്തെത്തിയപ്പോൾ ആൽവിൻ നിന്ന് അവളെ തന്നെ നോക്കി. അവൾ മുഖമുയർത്തി എന്തേ എന്ന അർത്ഥത്തിൽ നോക്കി. ചായ കിട്ടുമോ? അവൻ ചോദിച്ചു. അവൾ ആൽവിനെ തട്ടാതെ ചരിഞ്ഞ് താഴേക്കിറങ്ങി നടന്നു. ആൽവിൻ ക്യാതറിൻ പോകുന്നത് നോക്കി നിന്നു. ഞാൻ നിർത്തി. ലക്കി എഴുന്നേറ്റു. നടുവേദനിച്ച് തുടങ്ങുക. കോപ്പ്. എടാ, ഇതൊക്കെ എടുത്തു വെക്കണം. ഇങ്ങനെ ഇടാൻ പറ്റുമോ? നഥാൻ ചോദിച്ചു. എടാ, അതിവിടെ ഉള്ള ജോലിക്കാരോട് പറഞ്ഞാൽ മതി. ലക്കി വാതിലിന്റെ അടുത്തേക്ക് നടന്നു. കയ്യിലിരുന്ന ബുക്ക് താഴേക്കിട്ട് എഴുന്നേറ്റപ്പോൾ മടിയിലുണ്ടായിരുന്ന ബുക്ക് നിലത്തേക്ക് വീണു. അതിൽ നിന്ന് ഒരു ഫോട്ടോ നീങ്ങി നിൽക്കുന്നത് അവൻ കണ്ടു. അവൻ അതെടുത്ത് നോക്കി. ലക്കി, ദേ!
നഥാൻ വിളിച്ചപ്പോൾ ലക്കി അവന്റെ അടുത്തേക്ക് ചെന്നു. അതിന്റെ ഫോട്ടോ, കൂടെ ഇമ്മാനുവൽ ഏതനും. അപ്പൊ നീ പറഞ്ഞ പോലെ ആ ടേബിളിലെ ചിത്രങ്ങൾ ഏതൻ കുടുംബവുമായി ബന്ധമുണ്ട്. അതിനെക്കുറിച്ച് അഡ്വക്കേറ്റിനോ ആ അമ്മച്ചിക്കോ പള്ളിയിൽ നിന്ന് കിട്ടിയ ബുക്ക് എഴുതിയ ആൾക്കോ അറിയില്ലായിരിക്കും. ഇത് ഏതൻ കുടുംബത്തിന് മാത്രം അറിയാവുന്ന എന്തെങ്കിലും രഹസ്യമായിരിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടെത്തും? ലക്കി ചോദിച്ചു. ഹലോ, എന്താണൊരു ചർച്ച? ആൽവിന്റെ ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. ഏയ് ഒന്നുമില്ല, ബുക്സൊക്കെ നോക്കുമായിരുന്നു, ലക്കി പറഞ്ഞു. ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ടോ? അത് ഒരെണ്ണം എടുത്തപ്പോൾ ഒക്കെ കൂടി ഇങ്ങ് വന്നു. നീ എവിടെ ആയിരുന്നു? ഞാൻ പുറത്തുണ്ടായിരുന്നു, ആൽവിൻ പറഞ്ഞു. എന്നിട്ട് തപ്പിക്കഴിഞ്ഞോ? ഇത് മുഴുവൻ ഏതോ ഭാഷയാണ്, ഞാൻ താഴേക്ക് പോവാ, ലക്കി പറഞ്ഞു. ലക്കിയുടെ പിന്നാലെ നഥാനും താഴേക്ക് പോയി. ഇതാർക്കാ ചായ? ലക്കി ചോദിച്ചു. കാതറിൻ കോണിപ്പടികൾ ഇറങ്ങി വരുന്ന ആൽവിനെ നോക്കി. ആൽവിൻ അത് വാങ്ങി സോഫയിലിരുന്നു. ഞാൻ ഇന്ന് കോളേജിൽ പോയപ്പോൾ അവിടെ എലീനയും കുട്ടികളും വാക്കേറ്റമായിരുന്നു, ആൽവിൻ പറഞ്ഞു. എന്തിന്? നഥാൻ അവനെ നോക്കി. എന്തോ ആർട്സിന്റെ കാര്യം പറഞ്ഞിട്ട്. പിള്ളേർ നിന്റെ അനുവാദം വാങ്ങിയത് അവൾക്ക് ഇഷ്ടമായിട്ടില്ല. അവളുടെ ഇഷ്ടം എന്തിനാ നോക്കുന്നത്? ആർട്സ് സ്പോർട്സ് ഒക്കെ കുട്ടികളുടെ റൈറ്റാണ്. ഞാൻ കണ്ടത് പറഞ്ഞതാ നഥാ, ആൽവിൻ ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു. രാത്രി തന്റെ ഒരു ചിത്രത്തിന്റെ അവസാന മിനുക്കുപണിയുടെ ശ്രദ്ധയിലായിരുന്നു കാതറിൻ. നഥാൻ റൂമിൽ വന്നതും ബെഡിലിരുന്നതും ഒന്നും കാതറിൻ അറിഞ്ഞിരുന്നില്ല. എന്താണ് കാതറിൻ വരയ്ക്കുന്നതെന്നറിയാൻ നഥാൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. പള്ളിയാണോ നീ ഇത്രയും നേരം വരച്ചുകൊണ്ടിരുന്നത്? അവൻ ചോദിച്ചു. കാതറിൻ നഥാന് നേരെ നോക്കി. എന്തേ? എന്തോ നിനക്ക് പറയാനുണ്ടല്ലോ. അവൾ ക്യാൻവാസിലെ പേപ്പർ മാറ്റി മാർക്കർ എടുത്തെഴുതി. ആൽവിൻ എപ്പോഴും എലീനയുടെ കൂടെയാണ്, അത് നല്ലതല്ല എന്ന് അവനോട് പറയണം. ജോബിൻ പറഞ്ഞത് കേട്ടതല്ലേ? അവൻ സാത്താനെ ആരാധിച്ചു തുടങ്ങിയാൽ അവനും നിങ്ങളുടെ ശത്രുവാകും. കാതറിൻ എഴുതിയത് നഥാൻ വായിച്ചു. അവനോട് പറയാഞ്ഞതിന്റെ കുറവൊന്നും അല്ലല്ലോ, കേൾക്കാഞ്ഞിട്ടല്ലേ? അങ്ങനെയെങ്കിൽ ആൽവിനോട് ഇവിടുന്ന് പോകാൻ പറയണം, കാതറിൻ എഴുതി. അവൻ പോകില്ല. പോകുമ്പോൾ കൂടെ ലക്കിക്കും പോകേണ്ടി വരില്ലേ? ഇവിടെ നമുക്ക് ഏറ്റവും ബലം ലക്കി കൂടെ ഉള്ളതല്ലേ? ആൽവിനെ പോലെ അല്ല ലക്കി. നല്ല കാര്യബോധമുള്ളവനാണ്. അറിയാം, ലക്കിക്കൊന്നും പറഞ്ഞു കൊടുക്കാതെ തന്നെ അവനെല്ലാം മനസ്സിലാക്കുന്നവനാണ്. പക്ഷെ ആൽവിൻ, നമുക്ക് നോക്കാം കാതറിൻ, അവനോട് സംസാരിക്കാം. അവൻ കേട്ടില്ലെങ്കിൽ എലീനയോട്. കിടക്കണ്ടേ? നഥാൻ ചോദിച്ചു. വായോ. അവൻ കാതറിന് നേരെ കൈനീട്ടി. പിറ്റേന്ന് കാലത്ത് നഥാനും കാതറിനും ലക്കിയും ആൽവിനും കോളേജിലേക്ക് പോയി. ആർട്സ് നടക്കുമെന്നറിഞ്ഞതോടെ കുട്ടികൾ പ്രാക്ടീസ് തുടങ്ങിയിരുന്നു. സർ, നഥാനെ കണ്ടപ്പോൾ ജോബിൻ കൂടെ വന്നു. അവന്റെ കൂടെ ഒരു പെൺകുട്ടിയുമുണ്ടായിരുന്നു. എന്തായി ജോബിൻ, പ്രാക്ടീസൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു? നഥാൻ ചോദിച്ചു. ആ സാർ, മാഡം എലീന ഉടക്കാനൊക്കെ നോക്കി, സമ്മതിച്ചില്ല ഞങ്ങൾ. ഇതാരാ? നഥാൻ ചോദിച്ചു. എൻ്റെ അനീത്തിയാണ്, ജാനറ്റ്. വീട്ടിൽ അപ്പനും അമ്മച്ചിയും ഇല്ല. ഇവളെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ക്ലാസ്സില്ലേ ജാനറ്റിന്? ലക്കി ജാനറ്റിനെ നോക്കി ചോദിച്ചു. അവൾക്ക് സ്റ്റഡി ലീവാണ്, ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് പഠിച്ചോളൂ. അതെന്താ, വീട്ടിലിരുന്ന് പഠിക്കില്ലേ? ആൽവിൻ ജോബിനെ നോക്കി. എലീനയോട് എതിർത്ത് സംസാരിച്ച ജോബിനോട് ആൽവിന് ദേഷ്യമുണ്ടായിരുന്നു. ആൽവിൻ, ഈ കുട്ടി കാതറിനെ പോലെയാ, സംസാരിക്കില്ല. നഥാൻ പറഞ്ഞത് കേട്ട് ആൽവിൻ ജാനറ്റിനെ നോക്കി. ജോബിൻ, ഇവിടുത്തെ ലൈബ്രറി എവിടെയാ? നഥാൻ ചോദിച്ചു. വാ സാർ, ഞാൻ കാണിച്ചു തരാം. ജോബിൻ നടന്നു, പിന്നാലെ അവരും. നിങ്ങൾ ലൈബ്രറിയിലേക്കാണോ? ആൽവിൻ ചോദിച്ചു. അതെ, ലക്കി പറഞ്ഞു. ഞാനില്ല, നിങ്ങൾ പൊക്കോ. ഞാൻ ഈ പിള്ളേരുടെ പ്രാക്ടീസ് നോക്കിയിരുന്നോളാം. എന്തേലും കാണിക്ക്. ലക്കി നഥാനൊപ്പം നടന്നു. ലൈബ്രറിയിലെത്തിയപ്പോൾ ജാനറ്റ് ബുക്കെടുത്ത് ഒരു മേശയുടെ അടുത്ത് പോയിരുന്ന് മേശമേൽ ബുക്ക് തുറന്നു വെച്ചു. എന്നാൽ ജോബിൻ പോയിക്കോളൂ, ഞങ്ങൾക്ക് കുറച്ച് ബുക്ക് തരാനുണ്ട്. നഥാൻ ജോബിനെ നോക്കി. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ സാർ. ജോബിൻ ജാനറ്റിന്റെ അടുത്തേക്ക് ചെന്നു. ഏട്ടായി പുറത്ത് കാണും, ഇവിടെ ഇരുന്ന് പഠിച്ചോ. ഏട്ടായിയോട് പറയാതെ പുറത്തു പോകല്ലേ. അവൾ ഇല്ലെന്ന് തലയാട്ടി. ജോബിൻ ലൈബ്രറിക്ക് പുറത്തേക്ക് പോയി. നഥാൻ ലൈബ്രറിയിലെ ഷെൽഫിനിടയിലൂടെ നടന്നു. ലക്കി ഏതോ ബുക്കെടുത്ത് മറിച്ചു നോക്കി. കാതറിൻ ജാനറ്റിന്റെ അടുത്ത് പോയിരുന്ന് അവളുടെ ബുക്കൊക്കെ നോക്കുമായിരുന്നു. ജാനറ്റ്
കാതറിനെ നോക്കി പുഞ്ചിരിച്ചു. നഥാൻ ഒരു ബുക്കെടുത്ത് മറിച്ചു നോക്കി നിൽക്കുകയായിരുന്നു. നഥാ, ലക്കി അവനെ വിളിച്ചു. നഥാൻ ലക്കിയുടെ അടുത്തേക്ക് ചെന്നു. നോക്ക്. നഥാൻ നോക്കുമ്പോൾ കാതറിൻ ജാനറ്റിന്റെ ബുക്കിൽ എന്തൊക്കെയോ എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു. ചിത്രം വരച്ചു കൊടുക്കുകയാണോ ഇനി? നഥാൻ ചോദിച്ചു. ആ കുട്ടിയെ പരീക്ഷയിൽ തോൽപ്പിക്കുമോ ഇവള്? ലക്കിയും ചോദിച്ചു. വാ പോയി നോക്കാം. നഥാനും ലക്കിയും അവരുടെ അടുത്തേക്ക് ചെന്നു. നഥാൻ ബുക്കിലേക്ക് നോക്കിയപ്പോൾ കണക്കിന് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താനുള്ള വഴികളാണ് കാതറിന് എഴുതി കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലായി. നീ എളുപ്പവഴി പറഞ്ഞു കൊടുക്കുകയാണോ? നിങ്ങൾ ബുക്ക് നോക്കാൻ വന്നതല്ലേ, അത് നോക്കിയാ പോരെ? കാതറിൻ ആംഗ്യം കാണിച്ചത് കണ്ട് ജാനറ്റ് ചിരിച്ചു. ഇവിടെ ഒന്നുമില്ല, ലക്കി പറഞ്ഞു. ജോഷ, പ്രധാന പ്രാർത്ഥന നടക്കില്ല, എലീന ഫോണിലൂടെ പറഞ്ഞു. എന്തുകൊണ്ട്? ജോഷ, പ്രധാന പ്രാർത്ഥന നടക്കുന്ന ദിവസം ഇവിടെ ആർട്സ് ആണ്. അത് നടക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പ്രാർത്ഥന നടക്കാതിരുന്നാൽ എന്തുണ്ടാകുമെന്ന് ഞാൻ പറയണോ എലീന? ജോഷ, വേണ്ട, നിന്റെ ന്യായീകരണം ഒന്നും കേൾക്കണ്ട. നീ ആ കോളേജ് പ്രിൻസിപ്പളാണ്. ആർട്സ് വേണ്ടെന്ന് വെക്കാൻ നിനക്ക് കഴിയില്ലെന്ന് പറഞ്ഞാൽ? ജോഷ, നഥാന്റെ ഓർഡറാണ് ആർട്സ് നടത്തണമെന്ന്. കുട്ടികൾ അവനെക്കൊണ്ട് അനുവാദം വാങ്ങിച്ചു. പകലും രാത്രിയും പരിപാടികളാണ്. പള്ളിയിൽ വെച്ച് പ്രാർത്ഥന നടക്കില്ല. എലീന, എന്ത് ചെയ്താലും വേണ്ടില്ല, പ്രാർത്ഥന മുടങ്ങരുത്. ബലികൾ അർപ്പിക്കാനുള്ളതാണ്. ജോഷ. എലീനയുടെ മറുപടിക്ക് മുൻപേ കോൾ കട്ടായി. എലീന ദേഷ്യത്തോടെ കസേരയിലേക്കിരുന്നു. ജനലിനപ്പുറം ജോബിൻ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ജോബിൻ പോയ ശേഷമാണ് ആൽവിൻ ക്യാബിനിലേക്ക് വന്നത്. എന്താ എലീന ഒരു ടെൻഷൻ? ആൽവിൻ, എനിക്ക് ഈ ആർട്സ് എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. ആർട്സ് നടന്നോട്ടെ എലീന, അതെന്തിനാ തടയുന്നത്? ആൽവിൻ, ആർട്സ് നടക്കുന്നത് 3 ദിവസങ്ങളായിട്ടാണ്. പള്ളിയിൽ വെച്ചാണ് ഞങ്ങൾ ചില പ്രത്യേക ദിവസങ്ങളിൽ സാത്താനെ സേവിക്കുന്നത്, ബലി നൽകുന്നത്. അങ്ങനെ ഒരു ദിവസം വന്നിരുന്നത് ആ ആർട്സിനിടയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അത് തടഞ്ഞത്. മാത്രമല്ല, ഈ പ്രാർത്ഥനയിൽ നീ പങ്കെടുക്കണം. നിന്റെ സ്വപ്നത്തിൽ സാത്താൻ ആവശ്യപ്പെട്ട ബലി നൽകണം. അതിന് ഊമയായ കുട്ടി, അതൊക്കെയുണ്ട്. അതൊക്കെ നമ്മുടെ ആൾക്കാർ കണ്ടെത്തിക്കഴിഞ്ഞു. പക്ഷേ ആർട്സ് നടന്നാൽ പ്രാർത്ഥന നടക്കില്ല. ആർട്സ് മാറ്റിവെക്കാൻ പറ്റില്ലേ? എങ്ങനെ? നഥാന്റെ ഓർഡർ ഉണ്ടല്ലോ. ഡേറ്റ് മാറ്റാമല്ലോ. കുട്ടികൾ സമ്മതിക്കില്ല. ആ ജോബിനെ അധികം പിണക്കി നിർത്താനും കഴിയില്ല. അതെന്താ? അവൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥന നടന്നാൽ പിന്നെ അവൻ മിണ്ടില്ല. എലീന ചിരിച്ചു. ആർട്സ് മാറ്റാൻ നീ എന്റെ കൂടെ നിൽക്കണം ആൽവിൻ. എങ്ങനെ? വേണ്ടെന്ന് പറഞ്ഞാൽ നഥാൻ അതേ ചെയ്യൂ. ആർട്സ് ഒരു വഴിക്ക് നടന്നോട്ടെ. ആർട്സ് കോളേജിലല്ലേ നടക്കുന്നേ, പ്രാർത്ഥന പള്ളിയിലും. നിനക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ രീതി അറിയാഞ്ഞിട്ടാ. മറ്റൊരു ശബ്ദവുമില്ലാതെ വെളിച്ചവുമില്ലാതെ വേണം ആ പ്രാർത്ഥന നടത്താൻ. എന്തെങ്കിലും വഴിതെളിയും. ആരെ കൊന്നിട്ടായാലും ഞാൻ പ്രാർത്ഥന നടത്തും. എലീന കണ്ണുകൾ അടച്ച് കസേരയിലേക്ക് ചാരിക്കിടന്നു. ടെൻഷനാവാതെ എലീന, ഇതിപ്പം എനിക്കും കൂടി ആവശ്യമുള്ള കാര്യമല്ലേ. ആർട്സ് മാറ്റാൻ നമുക്ക് നോക്കാം. തൽക്കാലം പ്രാക്ടീസൊക്കെ നടക്കട്ടെ, ആൽവിൻ പറഞ്ഞു. സർ. ജോബിൻ ഓടി ലൈബ്രറിയിലേക്ക് വന്നു. എന്താ ജോബിൻ? സർ. ജോബിൻ താൻ കേട്ട കാര്യങ്ങൾ നഥാനെയും ലക്കിയെയും അറിയിച്ചു. അപ്പോൾ അതാണ് സാഗറിന്റെയും വിക്ടറിന്റെയും കാര്യം പറഞ്ഞ് അവൾ ആർട്സ് നടത്താൻ സമ്മതിക്കാഞ്ഞത്. ലക്കി നഥാനെ നോക്കി. അവർ ഈ മാസം പ്രാർത്ഥന നടത്തണ്ട, നഥാൻ പറഞ്ഞു. ജോബിൻ, എന്തു വന്നാലും ആർട്സ് നടക്കണം. എലീന എന്താ ചെയ്യുക എന്ന് നോക്കട്ടെ. ഓക്കെ സർ. ജോബിൻ അവിടെ നിന്ന് പോയി. നഥ, ആർട്സ് നടന്നാൽ അവർ പ്രാർത്ഥന നടത്തില്ലല്ലോ, ലക്കി ചോദിച്ചു. കാതറിൻ ജാനറ്റിന്റെ ബുക്കിൽ എഴുതി, പ്രാർത്ഥന നടക്കും.